നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നെ ആരെങ്കിലും ബൊമ്മയായിട്ട് കണ്ടാ ഞാൻ മിണ്ടാതിരിക്കോ? എല്ലാത്തിന്റെ തൊലി ഞാൻ ഒരുക്കില്ലേ? ഈ പറച്ചിലല്ലാതെ ഒന്നും പ്രാവർത്തികമാവുന്നില്ലല്ലോ ആന്റി. പാർവതിയുടെ തൊലി ഇരിക്കല്ല വേണ്ടത്, ഷവർമ ഉണ്ടാക്കാൻ ചിക്കൻ കറക്കുന്നത് പോലെ പൊരിക്കണം. എന്റെ പൊന്നെ, നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ ടെൻഷൻ അടിക്കല്ലേ. ഈ ചെറിയ വിഷയങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫീലായ വലിയ വലിയ വിഷയങ്ങൾ നിന്റെ ലൈഫിലുണ്ടായാൽ നീ എന്ത് ചെയ്യും? ഒന്നുമില്ലെങ്കിലും നീ അമേരിക്കയിൽ നിന്ന പെൺകുട്ടിയല്ലേ, ആ ബോൾഡ്നെസ് നീ കാണിക്കണ്ടേ? നിനക്ക് ആ ദരിദ്രവാസി പാർവതിയെ ഈ വീട്ടിൽ നിന്ന് തുരത്താൻ പറ്റും. നിന്നെ കൊണ്ടേ അത് പറ്റൂ. അതുകൊണ്ട് ടെൻഷൻ മാറ്റി ബോൾഡ് ആവണം. ഞാൻ ബോൾഡൊക്കെ തന്നെ ആന്റി, ഞാനേ ഇവിടെ ബോൾഡ് ആയിട്ടുള്ളൂ. വിശാലും പാർവതിയും ചേർന്ന് കൊഞ്ചിക്കൊഴഞ്ഞ് ആണി അടിക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് നിനക്ക് ഈ ഐഡിയ ട്രൈ ചെയ്തൂടാ? എന്താ ഐഡിയ ആന്റി, ഒന്ന് തെളിച്ച് പറ. ഇനി നീ ഒരു വക്കീലിന്റെ മോളല്ലേ, നിനക്ക് ഞാൻ ഉദ്ദേശിച്ച ഐഡിയ മനസ്സിലായില്ലേ? നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പോവാ. ആന്റി, വിശാലുമായിട്ട് എങ്ങനെയെങ്കിലും ഒരു റൊമാൻസ് സീൻ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വിശാലിന്റെ മനസ്സിൽ കയറി പറ്റിയിട്ട് പാർവതിയെ ഈ വീട്ടിൽ നിന്ന് തുരത്തണം. അതുവരെ ഈ ജാസ്മിന് വിശ്രമമില്ല. ഇരിക്കും മുത്തശ്ശ. ഇരുന്നു. മോളെ പാർവതി, എനിക്ക് കടുപ്പത്തിലൊരു ചായ കിട്ടിയാ കൊള്ളായിരുന്നു. ഇപ്പൊ കൊണ്ടുവരാം മുത്തശ്ശ. ചായ മാത്രം ആക്കണ്ട, കൊറേ പലഹാരങ്ങളോട് കൊടുക്ക. ഇരിക്ക. സുഖവാസത്തിന് വന്നിരിക്കല്ലേ, തിന്ന് കൊഴുക്കട്ടെ. എന്തിനാ അപ്പച്ചി ഇദ്ദേഹത്തെ ഇങ്ങനെ വെറുതെ ആക്ഷേപിക്കുന്നേ? വയസ്സിന് മൂത്ത കാഴ്ചയില്ലാത്ത ഒരു പാവ മനുഷ്യനല്ലേ. നീ എന്നെ ഉപദേശിക്കാൻ വരരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണിയടി മഹോത്സവം കഴിഞ്ഞിട്ട് നീ ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? എന്താ ആന്റി, എന്താ പുതിയ ഉപദേശം? ഈ കണ്ണ് കാണാൻ വയ്യാത്തവനോട് താണ വണങ്ങി വേണം ഞാൻ സംസാരിക്കേണ്ടതെന്ന്. പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്, തിരുവിതാംകൂർ മഹാരാജാവല്ലേ. പഞ്ചപുച്ഛം അടക്കി ഓച്ചാനിച്ച് നിക്കണം. ദേ, ഒരു കാര്യം ഞാൻ പറയാം, ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് കമ്പി വടിയുമായിട്ട് ഈ വീട്ടില് തേരാപ്പാര നടന്നേ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത്, പറഞ്ഞേക്കാം. അത് മാത്രമല്ല, ലക്ഷങ്ങള് വില വരുന്ന ആന്റിക് ഐറ്റംസ് ആണ് ഈ വീട്ടിലുള്ളത്. തപ്പിത്തടഞ്ഞ അതൊക്കെ പൊട്ടിച്ചാലേ ആര് സമാധാനം പറയും? അതുകൊണ്ട് മോളെ പാർവതി, നീ ഇയാളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയിടാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.